സ്ഥാനാർത്ഥിയായിരുന്ന പന്ന്യൻ രവീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിൽ നമുക്ക് വലിയ നിരാശയില്ല. നമ്മൾ തോക്കുക എന്നുള്ളതല്ല, നമ്മുടെ രാജ്യം രക്ഷപ്പെടുക എന്നുള്ളതല്ലേ. പക്ഷെ ഇവിടെ അവസാനമായി പലപ്പോഴും നമ്മൾ കരുതിയെന്ന് പറഞ്ഞാൽ BJP കയറിപ്പോകുന്ന അതില്ല എന്നുള്ളൊരു വലിയ ആശ്വാസമാണ്. കാരണം BJP എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി ഒരു മതവർഗീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി മാറി. ആ ജനങ്ങളുടെ വികാരങ്ങളെ ശരിക്കും വോട്ടാക്കി മാറ്റാൻ വേണ്ടി പർച്ചേസ് ചെയ്യാൻ അവർക്ക് നന്നായി അറിയാം. അപ്പം അതുകൊണ്ട് നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യം അതായിരുന്നു. അവസാനം നമ്മളിങ്ങനെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. നമ്മൾ തോറ്റു എന്നുള്ളതല്ല, അവർ കൂടി ജയിച്ചാലോ അത് നമുക്ക് അപകടകരമാണ്. അതുകൊണ്ട് അതിൽ കേരളം കാണിച്ചിരിക്കുന്ന ജാഗ്രത, തലസ്ഥാനം, ആ ജാഗ്രതയിൽ നമുക്ക് വളരെ വളരെ ഒരു സംതൃപ്തിയുണ്ട്. തോറ്റാലും ഈ BJPയെ പ്രതിരോധിക്കുന്നതിൽ ഒരു നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. തോറ്റെങ്കിലും വോട്ടുകൾ അങ്ങോട്ട് പോകാതെ നിലനിർത്താൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചു. LDF വോട്ടുകൾ പൂർണ്ണമായും ലഭിച്ചു എന്ന് പ്രതീക്ഷിച്ചു. LDF വോട്ടുകൾ നമുക്ക് ലഭിച്ചു. LDF വോട്ടുകൾ അങ്ങനെ പൊളിറ്റിക്കലി വളരെ കൃത്യമായ വോട്ടുകളല്ലേ. അതല്ല വിഷയമുണ്ടായത്. നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന പല പ്രശ്നങ്ങളും കേരളത്തിലെ ജനങ്ങളെ പലപ്പോഴും ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി മറ്റവരുപയോഗിച്ചു. അതിൻ്റെ ഫലമാണ് പലയിടത്തും കണ്ടത്. മാത്രമല്ല, നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടി പിന്നെ നമ്മൾ പരിശോധിക്കും, കൃത്യമായി പരിശോധിക്കും. കാരണം അങ്ങനെ നമുക്ക് വന്നുകൂടാതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബന്ധപ്പെടുന്ന പ്രസ്ഥാനം നമ്മളെ പ്രസ്ഥാനമാണല്ലോ. അപ്പോൾ ഈ തിരിച്ചടി എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ പരിശോധിക്കും. ആ പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാഥമികമായി തോന്നുന്നത് രാജ്യത്തെ പൊതുവിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. കാരണം BJP അവർക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ശക്തിയായി സെൻട്രലിൽ വന്നാൽ ഇന്ത്യൻ ജനങ്ങളുടെ ഭാവി അപകടത്തിലാണ് എന്നുള്ള അവരെ മനസ്സിൽ വന്നു. കാരണം മനുഷ്യനെ ഈ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് മനുഷ്യനെ കൊണ്ടുപോയി എന്തോ ആവാം എന്നല്ലേ. അതാണല്ലോ CAA മുതലുള്ള സകല ഏർപ്പാടുകളുണ്ടായത്. അപ്പം അത് ജനങ്ങളെ വല്ലാതെ മനസ്സിനെ ബാധിച്ചു എന്നാണ് പ്രാഥമിക ജ്ഞാനത്തിൽ നമുക്ക് തോന്നുന്നത്. അതിന് ഡീറ്റെയിൽ നമ്മൾ പരിശോധിക്കുക, എവിടെയെങ്കിലും പിഴവുണ്ടോ. ഈ മറ്റു കാര്യം, ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പണക്കൊഴുപ്പിലാണ് BJP സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള പണമൊഴുക്കിൽ രവിയേട്ടന് അത്ര പണത്തിന്റെ കൊഴുപ്പിലൊന്നും ഉള്ള പ്രചരണം കൊഴുപ്പിക്കാൻ പറ്റിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഈ പർച്ചേസ് ഈ പണത്തിന്റെ ഭാഗമായി നേടിയിട്ടുണ്ടോ? പിന്നെ എന്താ നിങ്ങൾക്ക് എന്താ സംശയം? പണമാണ് ഇവിടെ ഈ വോട്ട് UDF-നും അതുപോലെ BJP-ക്കും ഈ വോട്ട് കയറുന്നതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി അതിനെ പ്രതിരോധിക്കാൻ നോക്കി. ഞാൻ ഒരിക്കൽ പറഞ്ഞു, പണം നിങ്ങൾ വാങ്ങിക്കോളും, വോട്ട് നമുക്ക് ചെയ്താൽ മതി. പക്ഷേ മനുഷ്യരല്ലേ, മനുഷ്യർ പാവപ്പെട്ട മനുഷ്യരാണ്. അവർ ചിലപ്പം വിഷമിച്ച് നിൽക്കുന്നതായിരിക്കും, മറ്റ് രോഗം കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു പണം എന്ന് പറയുമ്പം അവർക്ക് പെട്ടെന്ന് ഒരു ചാട്ടം അങ്ങനെ വന്നേക്കും. അത് അവരുപയോഗിച്ചോ എന്നുള്ളത് സത്യമാണ്. മറ്റെല്ലാം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി മത്സരിച്ചതാണ്. പ്രവർത്തിച്ച പ്രവർത്തകന്മാരുണ്ട്, നമുക്ക് ആളും അർത്ഥമെല്ലാം ഉണ്ട്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും അത് അങ്ങനെയില്ല. എന്നിട്ട് പോലും അവർ കേന്ദ്രങ്ങൾ പിടിച്ച് ആ കേന്ദ്രങ്ങളിലാണ്. അത് വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എവിടെയൊക്കെയാണ് വോട്ട് വന്നതെന്നുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമാണ്. അത് ഒരു സാധാരണഗതിയിൽ അങ്ങനെ സംഭവിച്ചു. അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ഇനി നമ്മൾ ആലോചിക്കും എങ്ങനെയാണെന്നുള്ളത്. എന്നാലും തെരഞ്ഞെടുപ്പ് ഒന്നുകൊണ്ട് തീരുന്നില്ലല്ലോ. നിങ്ങൾക്ക് 2019 പോയി, 2021 വന്ന്, ഇപ്പോൾ 2024 ആയില്ലേ. അപ്പോൾ 2019 പാറ്റേണിലെ 21 ഉണ്ടായത്, 21 24 ഉണ്ടായത്. ഇത് കേരളത്തിൽ മാറിയും മറിഞ്ഞും വരും. മാത്രമല്ല, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവിൽ വരുന്നത് ഓൾ ഇന്ത്യ പാറ്റേണും കേരളവും തമ്മിൽ എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കും. കാരണം കേരളത്തിലുള്ള ജനങ്ങൾ ഒരു 4-5 പത്രം വായിക്കും, ഒരു 10 ചാനൽ കാണും. അപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ അപ്പം നിരീക്ഷിക്കുകയും അതിൽ സ്വന്തമായ വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട്
കേരളത്തിൻ്റെ കാര്യത്തിൽ ഓൾ ഇന്ത്യ കൂടി നോക്കിയേ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് സത്യമാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി LDF-ന് തോൽവിയാണ് ഉണ്ടാകുന്നത്, ഒരു സീറ്റിലേക്കൊക്കെ ഒതുങ്ങുന്നു. ഇതെങ്ങനെയാണ് പരിശോധിക്കാൻ പോകുന്നത്? കോൺഗ്രസ് BJP-യിലേക്ക് ചേക്കേറുന്നുള്ള വലിയ ആക്ഷേപം അത് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ജനങ്ങൾ ഇക്കാര്യത്തിൽ LDF-ന് അനുകൂലമായ ഒരു വിജയത്തിലേക്ക് പോകാം. അല്ല, നമ്മൾ കുറച്ചുകൂടി പാർട്ടി ഇതിനെക്കുറിച്ച് ആലോചിക്കും, ഇടതുപക്ഷം ആലോചിക്കും. കാരണം കേരളം പോലുള്ളൊരു സ്ഥലമല്ലേ, ഇന്ത്യയിൽ ആദ്യമായി ഒരു ബദൽ സംവിധാനം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നത് കേരളത്തിലാണ്. ആ കേരളം എല്ലാ കാര്യത്തിലും ഒരു രാജ്യത്തിന് മാതൃകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അപകടം ഏത് വഴിയിൽ കൂടി വരുന്നെന്നുള്ളത് നമ്മൾ ശരിക്കും പരിശോധിച്ചത് തിരുത്തേണ്ടത് തിരുത്തും, അതിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കാനല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുകൊടുത്ത് പുറപ്പെടുന്ന ആളുകളല്ല നമ്മൾ. ദൈനംദിനം ജനകീയ പ്രശ്നങ്ങളിൽ അവരെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പരിശോധിക്കും ഇവിടെ പിഴവുണ്ടെങ്കിൽ തിരുത്തുന്നതിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു മാനാഭിമാന പ്രശ്നമൊന്നുമില്ല. നമ്മളത് തിരുത്താൻ വേണ്ടി ബാധ്യസ്ഥരാൻ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ഉണ്ടാവും. ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഭരണവിരുദ്ധ വികാരം, പ്രത്യേകിച്ച് 110ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. LDF-ന്റെ അത്തരം പങ്കാളിത്തം 19ലേക്ക് വരുന്നു. സ്വാഭാവികമായും ജനപ്രിയ മന്ത്രിമാരുടെയും ഒപ്പം തന്നെ MLA-മാരുടെ മണ്ഡലത്തിൽ പോലും കോൺഗ്രസ് ആധിപത്യം കാണിക്കുകയാണ്. സ്വാഭാവികമായും സർക്കാർ ഇപ്പോൾ ചെയ്ത നേരത്തെ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് ഒരു പുനർവിചിന്തനം ഉണ്ടാവേണ്ടതല്ലേ സർക്കാരിന്റെ ഭാഗത്ത് സാമ്പത്തിക നയങ്ങൾ? അല്ല, പെൻഷൻ ഇപ്പോഴും പെൻഷൻ കൊടുത്തല്ലോ. പെൻഷൻ തെരഞ്ഞെടുപ്പിന് അവസരവും പെൻഷൻ കൊടുത്തു. പെൻഡിങ് ഉണ്ട്. ആ പെൻഡിങ് നമ്മൾ കൊടുത്തു തീർക്കും. നമ്മൾ പറഞ്ഞല്ലോ. ഒന്നും നിങ്ങൾ കാണാത്തൊരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ബോധപൂർവം നമുക്ക് തരേണ്ട പെൻഷൻ വിഹിതം തരുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ബോധപൂർവം ഇവിടെ തരേണ്ട വിഹിതങ്ങൾ പലതും നിഷേധിക്കുന്നു. ആ നിഷേധിക്കുന്ന GST നമുക്ക് കിട്ടേണ്ട പങ്കാളിത്തം തരുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിനോട്. അവർ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും കെണിയിലാക്കി രക്ഷപ്പെടാൻ ജനങ്ങൾ അപ്പപ്പോഴുള്ള കാര്യങ്ങൾ നോക്കുക. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് നല്ലോണം നമ്മുടെ നാട്ടിൽ വന്നതാണ്. അത് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരാണെന്ന് ഫൈറ്റ് ചെയ്യാൻ നമ്മൾ എല്ലാ തരത്തിലും ഫൈറ്റ് ചെയ്യും. അത് കോടതിയിൽ വരെ പോകേണ്ട വന്നില്ല നമ്മൾക്ക്. അങ്ങനെയുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അത് ഇനിയും നമ്മൾ ഉപയോഗിക്കും. കാരണം ഒരു സംസ്ഥാന ഗവൺമെൻറ് ഫെഡറൽ ഭരണ സംവിധാനത്തിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പല കാര്യങ്ങളിലും പങ്കുവെപ്പുണ്ട്. ആ പങ്കുവെപ്പിൽ നമുക്ക് കിട്ടേണ്ട വീതം കിട്ടുന്നില്ല. അത് ബോധപൂർവമാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ചത് ശരിപ്പെടുത്താം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അത് നമ്മൾ പരമാവധി പ്രതിരോധിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യും. അല്ല, നമ്മൾ ഒന്ന് താഴെ കൂടി പരിശോധിക്കും. അങ്ങനെ വല്ലതും കൊണ്ടോ താഴെ നമ്മൾ പരിശോധിക്കും. ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ മറ്റവർ കേന്ദ്രം എന്ന കാര്യം പറഞ്ഞ് പിന്നെ ഒരുപാട് നുണക്കഥകൾ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത്. ആ പറഞ്ഞ കാര്യങ്ങൾ ഇനി നമ്മൾ ആവർത്തിക്കണ്ടല്ലോ. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് 2021 നമ്മൾ തിരിച്ചു വന്നു. നിങ്ങൾ നോക്കേണ്ട 2019, 2021 രണ്ടും കൂടി നോക്കണം. ആ 2019 നമ്മൾ ഇതുപോലെ നിലംഭരിച്ച 21 നമ്മൾ കേരളത്തിൽ 99 ഭരണത്തിൽ വന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാം ശരിക്കും നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റതിൽ നമുക്ക് വലിയ വിഷമമുണ്ട്. ആ തോൽവി ഒരാഘാതമാണ്. ആ ആഘാതത്തിൽ നമ്മൾ തിരിച്ചു വരും, നന്നായി തിരിച്ചു വരാൻ സംശയമില്ല. ഒറ്റ കാര്യം കൂടി, ഈ സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും നോക്കുമ്പോഴേ ഈ നോട്ടയുടെ വോട്ട് ഭയങ്കരമായി കൂടി വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ആറ്റിങ്ങലിൽ 642 വോട്ടിന് ബിജോയി തോൽക്കുമ്പോൾ അവിടെ 8,800ഓളം വോട്ടുകളാണ് നോട്ടയ്ക്ക് പോയത്. സ്വാഭാവികമായും അത് എല്ലാ മണ്ഡലത്തിനോട് 10,000 വോട്ടിനെ അരുൺകുമാർ തോൽക്കുമ്പോൾ അവിടെ 9,800 അധികം വോട്ടുകളാണ് പോയി. ഓരോ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തും സമാനമായ രീതി സാഹചര്യം ഉണ്ടത്. 10,000-നടുത്ത് നോട്ട വോട്ടുകൾ വരുന്നൊരു സാഹചര്യം രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതല്ലേ? കാരണം അതിനോട് വിരുദ്ധമായ ഒരു സമീപനം യുവാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതെ, മിക്കവാറും അത് കാണുമായിരിക്കും. കാരണം വോട്ട് ചെയ്യാൻ പോയി, പക്ഷെ വോട്ട് ആർക്കും അതിങ്ങനെ വരുന്നതിന് പകരം നോട്ടൊക്കെ കൊടുത്ത് അങ്ങനെയുള്ളത് ഇപ്പോൾ ഒരു സൗകര്യമുണ്ടല്ലോ, അതുപയോഗിച്ച് കാണും. എന്തായാലും നമ്മൾ രാഷ്ട്രീയമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് കൃത്യമായി ബോധവൽക്കരിക്കും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണ്. ആ അവകാശമാണ് ഇവിടെ വിനിയോഗിക്കുന്നത്.
ആ വിനിയോഗിക്കുന്നതുകൊണ്ട് ഇത് ഇല്ലാതാക്കാനല്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകും, അഭിപ്രായം അവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്. അതിൽ വന്നിരിക്കുന്ന വീഴ്ച അത് ആളുകളെ ബോധ്യപ്പെടുത്തണം, നമ്മൾ ബോധ്യപ്പെടുത്തണം, നമ്മുടെ ആളുകളാണ്. ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. എന്തായാലും വോട്ടവകാശം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ജനാധിപത്യത്തിലെ വളരെ നിർണായകമായ ശക്തിയാണ്. അത് ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് അത് ക്ലാസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യും. നമുക്കതിനൊന്നും ഒരു മടിയുള്ള ആളുകളില്ല. നമ്മൾ ജനാധിപത്യത്തെ അത്രമാത്രം നെഞ്ചിൽ കൊണ്ടുകിടക്കുന്ന ആളുകളാണ്. അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഈ ഇടതുപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ BJP വോട്ട് വീതം വല്ലാതെ കൂടുന്നു എന്നുള്ളതാണ്. ആറ്റിങ്ങലിലൊക്കെ 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് നേടി. രാജീവ് ചന്ദ്രശേഖറും സമാനമായ രീതിയിൽ വോട്ട് നേടുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏത് രീതിയിലാണ് ഈ ഒരു പരിശോധനയ്ക്ക്? അത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിന് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും ഈ ജനങ്ങളെ വിശ്വാസമല്ലേ, ഈ ദൈവവിശ്വാസം ജനങ്ങളെ വിദ്യാസം, ഈ അമ്പലങ്ങളും അതുപോലുള്ള ആരാധനാലയങ്ങളുമൊക്കെ അവർ സ്വാധീനിച്ച് അവരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിനെ നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട്. പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പൂർണ്ണമായും നോക്കാം. ഈ അനുഭവം നമ്മൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചോ തോറ്റോ കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോവുകയല്ല. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും. അതിലൊരു മടിയും കാണിക്കുന്നില്ല. ഞങ്ങൾ തിരുത്തും, തെറ്റുണ്ടെങ്കിൽ തിരുത്തും, അതിൻ്റെ ശരിയിലേക്ക് പോകും. അതിനുള്ള വഴിയിലേക്ക് നമ്മൾ പോകും എന്ന കാര്യം തർക്കമില്ല. നമ്മൾ ചെയ്യും. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്തിനൊരു ബദലാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ബദലിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മളിപ്പോൾ മുമ്പിലുണ്ട്. അതിൻ്റെ കൂടെ കിട്ടാവുന്ന ആളുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അതിൽ നമുക്ക് ഈ വന്ന പെശകുകളെല്ലാം നമ്മൾ പരിശോധിക്കും. അതിൽ തർക്കമില്ല. രവിയേട്ടൻ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തോറ്റാലും ജയിച്ചാലും ഞാൻ തിരുവനന്തപുരത്തുകാർക്ക് ഒപ്പം ഉണ്ടാവും. ഇപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോഴും പറഞ്ഞല്ലോ, ഞാൻ തിരുവനന്തപുരത്തുണ്ട്. തോൽക്കുന്നതും ജയിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പരമാവധി ഒഴിഞ്ഞതാണ്. എന്നാൽ മത്സരിക്കണമെന്ന് മത്സരിച്ചു. ഇനി ഞാൻ ഇവിടെ തന്നെയുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല, ഞാൻ പ്രവർത്തനത്തിന്. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല. ജനങ്ങൾ പല കാര്യങ്ങളിലും എന്നെ കാണാൻ വരും. ആ കാണാൻ വരുന്ന ആളുകൾക്ക് നമ്മളെക്കുറിച്ച് ഒരു വിശ്വാസ്യതയുള്ളതുകൊണ്ട് വരിക. അതുകൊണ്ട് ഇവിടെ വരാലോ. ഇപ്പോൾ വരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഇപ്പം പൊതുവിൽ നാട്ടിൽ വന്നിരിക്കുന്ന കാര്യം എന്താ? നമ്മളെ നാട്ടിൻ്റെ സ്ഥിതി ഞാൻ ആലോചിക്കുക. എന്നെ കാണാൻ വന്ന 4 പേര്. അതിലൊരാൾ ഒരു മതപുരോഹിതനാണ്. അവർ 4 പേര് കൂടി വന്ന് സംസാരിച്ച് ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എനിക്ക് ചെയ്യാവുന്ന അന്നേരം തന്നെ ടെലിഫോൺ ചെയ്ത് അവരോട് എല്ലാം വേണ്ടി പറഞ്ഞ് കാര്യങ്ങൾ അത് കഴിഞ്ഞ് അവരെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ എത്തുമ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ ഇവരിരുന്ന് ചെയറിൽ ഒരു പൊതി കണ്ട്. എനിക്ക് എന്താ ഈ പൊതി? എനിക്കൊരു പിടിയില്ല. പൊതി എന്ന് പറഞ്ഞാൽ ബോംബൊന്നും വരില്ല. എന്താ പൊതി എന്ന് ഞാൻ ആ പൊതി കണ്ടപ്പോൾ ഇവരെ വിളിച്ചിട്ട് തിരിച്ച് വന്ന് പുരോഹിതൻ എൻ്റെ അടുത്ത് വന്നു. എന്താ സാർ? ഞാൻ പറഞ്ഞല്ല, നിങ്ങളൊരു പൊതി അവിടെ വെച്ച് മറന്നുപോയിട്ടുണ്ടോ? മറന്നുപോയല്ലോ സാർ. സാറിന് കുറിക്കാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് കൊണ്ടുവന്നാ. നിങ്ങൾ നോക്കണം, നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ കുറിച്ചുള്ള പൊതുധാരണ നോക്കണം. രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് പോയാൽ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണമെന്നൊരു തോന്നൽ ഇതുപോലുള്ള പുരോഹിതന്മാരെ ഇടയിലുണ്ടായാലോ? ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് ശരിയായില്ല. സാധാരണഗതിയിൽ പറഞ്ഞാൽ ഒരു ചതി എന്നാണ്. എന്നോടൊരു വാക്ക് പോലും പറയാതെ നിങ്ങളിങ്ങനെ ഒരു പൊതിയും കൊണ്ടുവന്ന് വെച്ചാൽ അത് ചതിയല്ലേ, ഇനി അത് ആവർത്തിക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് അപ്പോൾ തോന്നിയതാണ്, നമ്മളെ നാട്ടിലെ ജനങ്ങൾ അവർക്ക് പാവങ്ങളാണ്. കാര്യം നടക്കാൻ വേണ്ടി ഇതൊക്കെ കൊടുക്കണം. 1 കിലോ അണ്ടിപ്പരിപ്പ് കൊണ്ട് കൊടുത്താൽ കാര്യം നടക്കുമെന്നുള്ളതുകൊണ്ട് 1 കിലോ അണ്ടിപ്പരിപ്പിനിപ്പം അത് നിങ്ങൾക്കറിയാലോ, ഇതാണ് സ്ഥിതി. അതുകൊണ്ട് നമ്മളെ നാട് നമുക്ക് പരമാവധി ശുദ്ധീകരിക്കാൻ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പൊതുപ്രവർത്തനത്തിനുണ്ടാവും, രാഷ്ട്രീയ പ്രവർത്തനത്തിനുണ്ടാവും. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റ് അതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആ തോൽവി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ, മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ എൻ്റെ കൂടി ഉണ്ടാവുമെന്ന് പൂർണ്ണ വിശ്വാസം.
തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. BJPയെ തടുത്തു നിർത്താൻ കഴിഞ്ഞതിലുള്ള ഒരു സംതൃപ്തി തനിക്കുണ്ടെന്നും കൂടി അദ്ദേഹം പറയുകയാണ്. തിരുവനന്തപുരത്ത് UDFന്റെ വിജയത്തെക്കാൾ ഉപരി BJPയെ ജയിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞതിലും സംതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ തിരിച്ചടി പൊതുവിൽ പരിശോധിക്കുമെന്നും പന്ന്യൻ രവീന്ദ്രൻ